ചെയ്യാനുള്ള സമയമാണ് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ബസ് കയറ്റിയപ്പോൾ ഈ കർണാടക ഫൈബർമാനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ഫൈബർമാനെ നമ്മുടെ ചോപ്പുകളിൽ ചെറിയ ചെയ്യാൻ ഈ കർണാടക അങ്ങനെ ആശുപത്രി ചെയ്ത് 4 വർഷത്തെ കാര്യങ്ങൾ ഞാനും അതിന് പേര് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് ജീവിതത്തിൽ അനുഭവത്തിന്റെ ഭാഗമായിട്ട് അനുഭവം അത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ കുട്ടികളൊക്കെ കലാലോകത്തെ വളർത്തിയെടുക്കാൻ ഇതേപോലെ സർഗജാലകം പോലുള്ള കൂട്ടായ്മകളും ഒരുപാട് കൂട്ടായ്മകളും ഇന്നത്തെ കാലത്ത് ഉള്ളത് തന്നെ നമ്മളെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ളത് തന്നെ നമ്മളെ അനുഭവങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം നമുക്കുള്ള അനുഭവങ്ങൾ കുട്ടികൾക്കില്ല, യാതൊരു സംശയമില്ല. അവർക്ക് അത് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റൂല. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമേ അവന് പറ്റൂ. അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടമല്ല പുതിയ തലമുറ. അവരെ എല്ലാം നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് ആ കുട്ടികളൊക്കെ. അതിനുള്ള ഉദാഹരണമാണ് ഇതിനകത്തുള്ള ചിത്രങ്ങൾ. ഏതായാലും സർഗജാലകം ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റിയാലും വളരെ സന്തോഷം. ഈ കുട്ടികളുടെ വരയിടം എന്ന ചിത്ര പ്രദർശനം ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ